ഹലോ, അസ്സാം വലൈക്കും. തെക്കൻ കിച്ചൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. നമുക്ക് മൈദാമാവോ കോൺഫ്ലവറോ എഗ്ഗോ ഒന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 1 kg ഫ്രഷ് ചിക്കൻ നല്ലതുപോലെ കഴുകി ചെറിയ പീസാക്കി എല്ലോടുകൂടി കട്ട് ചെയ്തെടുത്ത ചിക്കനാണ്. ഇത് ഞാൻ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള സോൾട്ട്, ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ സോൾട്ട് കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാനിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഇപ്പോൾ ചിക്കനൊന്ന് നല്ലതുപോലെ ഇറങ്ങി വന്നിട്ട് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വെച്ചത്. ഇനി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് വീണ്ടും കുക്ക് ചെയ്ത് എടുത്തു. അപ്പോൾ അതിനുശേഷം ഞാൻ അടപ്പ് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് ഞാൻ കുക്ക് ചെയ്യാണ്. അപ്പോൾ ഈ വെള്ളം ഒന്നെല്ലാം വറ്റി വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ അതിൻ്റെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വരണം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി നല്ല ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പീസ് ഇഞ്ചി ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പീസ് ഗാർലിക് ഇതേപോലെ ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതിൽ ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ കിടന്ന് ഈ ജിഞ്ചർ ഗാർലിക്ക് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ബ്ലാക്ക് പെപ്പർ സോസാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കും. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചെറിയ ഒരു എരി കിട്ടാനും ഒരു ജസ്റ്റ് നമ്മുടെ ഇതിനൊരു കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനലാണ് ചില്ലി പൗഡർ, അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ആ മസാലയെല്ലാം അതിൽ നിന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 4 പീസ് സവാള കൂടി സ്ക്വയറായിട്ട് അരിഞ്ഞ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ലതുപോലെ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇനി കുക്ക് ചെയ്യാനുള്ളത്. ഒരുപാടങ്ങ് വഴന്ന് വരേണ്ട കാര്യമില്ല. നമുക്ക് ഈ സവാള ജസ്റ്റ് ഒന്ന് കടിക്കാൻ കൂടി കിട്ടത്തക്ക പരുവത്തിൽ വേണം നമ്മൾ ഇത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വഴന്ന് വന്നിട്ടുള്ളത് സവാള. അതിൻ്റെ കൂടെ ഞാനൊരു റെഡ് ക്യാപ്സിക്കം, യെല്ലോ കളർ ക്യാപ്സിക്കം ആൻഡ് റെഡ് കളർ ക്യാപ്സിക്കം 1/2 പീസ് വീതം സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ചെറിയൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ വെള്ളം വറ്റി ഒരു ഗ്രേവി പോലെ ആയി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. സോൾട്ട് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ മൈദാമാവും അതേപോലെ തന്നെ എഗ്ഗും കോൺഫ്ലവറും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്യുന്ന ഒരു ചില്ലി ചിക്കനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, വളരെ ടേസ്റ്റുമാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയോ പുലാവിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെയും ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക.
എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.